സീപ്ലെയിൻ കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ്. അതിനെതിരെ ഇപ്പോൾ മുഖം തിരിച്ചിരിക്കുകയാണ് CPI. സമരപരിപാടിയിലേക്ക് കടക്കാനാണ് AITUC ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് സർക്കാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എങ്ങനെ കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് CPI ഇത്തരം രീതിയിലുള്ള ഒരു സമരപരിപാടിയായിട്ടൊക്കെ രംഗത്ത് വരുന്നത്. എന്തൊരു വൃത്തികേടാണല്ലേ. ഈ സീപ്ലെയിൻ പദ്ധതി ശരിക്കും ഒരു 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ കാലത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നതാണ്. അന്ന് പരീക്ഷണം നടത്തിയതാണ്. അന്ന് ഈ പറയുന്ന ഇടതുപക്ഷം ഈ മത്സ്യത്തൊഴിലാളികളെ, ബോട്ട് യാത്രക്കാരെയൊക്കെ ഈ കായലിൽ അണിനിരത്തി, അതായത് ഈ വലയെറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇങ്ങനെ അണിനിരത്തിയിട്ട് വേമ്പനാട് കായലിൽ ഈ പറയുന്ന സീപ്ലെയിൻ ഇറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയവരാണ്. അന്ന് AITUC ഉണ്ടായിരുന്നു, CITU ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സമരം നടത്തിയ അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ ഒരു പദ്ധതി എന്ന നിലയിൽ സീപ്ലെയിൻ ഇവിടെ അവതരിപ്പിക്കുന്നു. നല്ല പദ്ധതിയാണ് അല്ലേ. മേട്ടുപ്പാളയം, അതായത് ഊട്ടിയിൽ നിന്ന് നേരെ സീപ്ലെയിൻ വരുന്നു, എന്നിട്ട് നമ്മുടെ കൊച്ചി കായലിലിറങ്ങുന്നു. ചിലപ്പോൾ അത് അഷ്ടമുടി കായലിലാകാം, വേമ്പനാട്ട് കായലിലാകാം, എവിടെ വേണമെങ്കിലും ഇറങ്ങാം. നല്ലൊരു പദ്ധതിയാണ്. 40 യാത്രക്കാർക്കാണ് പരമാവധി സഞ്ചരിക്കാൻ കഴിയുക. ടൂറിസം അല്ലെ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്ന നിരവധി ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തു നിന്ന് ഉൾപ്പെടെ ആൾക്കാരെത്തും. അവർക്ക് ഇത് ചിലപ്പോൾ വലിയ ആഘോഷമായിരിക്കും. മാത്രമല്ല നമ്മുടെ ഇവിടെ തന്നെ കുറച്ച് പൈസ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഈ ടൂറിസം ഓരോ മേഖലയിലും നമ്മളൊന്ന് എന്താ പറയുക, മനസ്സൊന്ന് എൻജോയ് ചെയ്യണം അല്ലേ. പല വികാരങ്ങളിൽ നമുക്കൊന്ന് മാറി ടെൻഷനൊക്കെ കുറയ്ക്കാൻ നമ്മൾ ടൂർ പോകുന്നു. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് പോകുന്നവർക്ക് ഈ പ്ലെയിൻ എന്നൊക്കെ പറയുന്നത് ഒരു വ്യത്യസ്തമായ ആശയമാണ്. ഇപ്പം നമ്മൾ തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയും അവിടെ സീപ്ലെയിൻ പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യുകയും ചെയ്യും, പൈസ ഉണ്ടെങ്കിൽ അല്ലേ. എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ പോയപ്പോൾ ഇപ്പോൾ രംഗത്ത് പരസ്യമായി വന്നേക്കുന്നത് AITUC എന്ന് പറഞ്ഞാൽ CPIയുടെ ട്രേഡ് യൂണിയൻ സംഘടന. CITUവും AITUCയും ഉൾപ്പെടുന്ന ഈ സംയുക്ത ട്രേഡ് യൂണിയനുകളാണ് നേരത്തെ ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകും, സർക്കാരിന് നിവേദനം നൽകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇരു ട്രേഡ് യൂണിയനുകളും പ്രത്യേകിച്ച് ആശയഗതികളൊന്നും മുന്നോട്ട് വെച്ചില്ല. ഇപ്പോൾ CPIയുടെ തൊഴിലാളി സംഘടനയായ AITUC ഇതുമായി രംഗത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ AITUCൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത്, ഒരു കാരണവശാലും സീപ്ലെയിൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണിയിലെ ഒരു ഘടകകക്ഷി തന്നെ രംഗത്തേക്ക് വരുന്നു. ഇപ്പോൾ TJ ആഞ്ചലോസ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ CPIയുടെ ജില്ലാ ജനയുഗത്തിലാണ് ഇതിനെതിരെ ഒരു വിമർശനമായിട്ടൊരു ലേഖനം എഴുതി. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്, മാത്രമല്ല AITUCയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ പറയുകയാണ്, ഞങ്ങൾ ഒരു കാരണവശാലും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല. ഒരു തവണ ഈ സീപ്ലെയിൻ കൊണ്ടുവന്ന് നമ്മുടെ പരീക്ഷണാർത്ഥം കൊച്ചി കായലിൽ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം അതുവഴിയുള്ള ബോട്ട് സർവീസ് മൊത്തം നിർത്തിവെച്ചു. മാത്രമല്ല മത്സ്യത്തൊഴിലാളികളെല്ലാം മാറ്റി. അപ്പോൾ കുറേ നേരം ഇവർക്ക് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോട്ടുകളുടെ സർവീസ്, ഇതെല്ലാം തടസ്സപ്പെട്ടു. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം കക്ക വരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ വല ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരുണ്ട് കായലിലൊക്കെ. അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് 40 പേർക്ക് വേണ്ടി പരമാവധി ഒരു ദിവസം അത്രയും പേർക്കേ സഞ്ചരിക്കാൻ പറ്റൂ, അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത്തരം പദ്ധതി നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നമ്മുടെ ടൂറിസം മന്ത്രി മുന്നോട്ട് വെച്ച ആശയം നല്ലതാണ് അല്ലേ. നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കൊക്കെ തന്നെ ഇത്തരം ഒരു പദ്ധതി നല്ല. ഇവർ പറയുന്ന മറ്റൊരാശയം എന്താ അറിയോ, ഡാമുകളിലേക്ക് വന്ന് ഈ വിമാനം ഇറക്കാം. ഇപ്പോൾ ഇടുക്കി ഡാമിൽ അല്ലെങ്കിൽ മേട്ടുപ്പെട്ടി, തമിഴ്നാട്ടിലെ മറ്റേതെങ്കിലും ഡാം, ആന്ധ്ര ഡാം, അങ്ങനെ വിമാനത്തിലൂടെ സഞ്ചരിച്ചെന്നുമായി ഡാമിലൂടെ വന്നിറങ്ങി സഞ്ചരിക്കാം. പക്ഷേ കായലിൽ വന്നിറങ്ങുന്നതിന് ഒരു സുഖം കിട്ടുമോ ഡാമിൽ? അതുണ്ടാവില്ല, അതിനൊരു വ്യത്യസ്തത തന്നെ ഉണ്ടാവും. പക്ഷേ ഈ കായലിൽ വന്നിറങ്ങുന്നതിനെ പണ്ട് കാലത്ത് ഇടതുമുന്നണി എതിർത്തതാണ്. CPI എന്ന് പറയുന്ന ഇടതുമുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷി അവരുടെ ട്രേഡ് യൂണിയനായ AITUC എതിർത്താണ്, CITU എതിർത്ത. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ഇതുവരെ അതുമായിട്ട് മുന്നോട്ട് പോയില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, AITUC ശക്തമായ പ്രതിഷേധം, ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. ഈ റിയാസ് തന്നെ പറഞ്ഞത് നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കും എന്നാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമരപരിപാടിക്ക് ഇപ്പോൾ ഇവർ ഇറങ്ങുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അനുചിതമല്ലേ? അല്ല, അനുചിതമാണോ അല്ലയോ എന്നുള്ളത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം. ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ എനിക്ക് യുക്തമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഗൗതമിന് യുക്തമാവില്ല, ഗൗതമിന് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ശരിയാവണമെന്നില്ല. അപ്പം 2 പേരുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പം പറയുന്നത് 10 വർഷം മുമ്പ് ഈ പദ്ധതി വന്നപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും, ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഇതേ ഇടതുപക്ഷം കാലം കഴിഞ്ഞപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കാര്യം നല്ല പദ്ധതിയാണ്, നല്ല ഒരു വികസനത്തിന് സഹായിക്കുന്ന ടൂറിസം പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ MV ഗോവിന്ദൻ എന്ന് പറയുന്നത് CPMൻ്റെ സംസ്ഥാന
സെക്രട്ടറിയോട് തന്നെ ആളുകൾ ഇത് പോയി ചോദിച്ചു, മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു പദ്ധതിയെ എല്ലാ കാലവും നമ്മൾ എതിർക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാലത്ത് അതിനെ എതിർത്തിരുന്നു, പക്ഷേ ഇപ്പോൾ കാലം മാറിയോണ്ട് ഇനി എതിർക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, അന്ന് ഈ സീപ്ലെയിൻ വരുമെന്ന് പറയുമ്പോൾ സീപ്ലെയിൻ വന്നിറങ്ങി ഈ മത്സ്യങ്ങളുടെയൊക്കെ തലയിലെ മുടി അറ്റുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനമാണ്, തമാശയായിട്ട് ഞാൻ പറഞ്ഞാണ്. എങ്കിൽ ഇപ്പോൾ എന്താ, സോഷ്യൽ മീഡിയ കാലം വന്നപ്പോൾ മത്സ്യത്തിനൊക്കെ അക്ഷരാഭ്യാസം ഉണ്ടായി, അതുകൊണ്ട് സീപ്ലെയിൻ വരുമ്പോൾ രണ്ട് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കും, അതുകൊണ്ട് സീപ്ലെയിൻ വന്നിറങ്ങാം, ആളുകൾ ട്രോളുന്നതാണ്. അപ്പോൾ അതിനകത്ത് വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കാം, ഇവർക്കാർക്കും പ്രശ്നമുണ്ടാകില്ല എന്ന് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രേഡ് യൂണിയൻ്റെ ആൾക്കാരെ വിളിച്ച് ചർച്ച ചെയ്യണം. അതിനകത്ത് AITUC ഉണ്ട്, CITU ഉണ്ട്, ഇനി കോൺഗ്രസ് അനുകൂല സംഘടനകൾ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ദശാബ്ദം മുമ്പ് നമ്മൾ ഈ കൊണ്ടുവന്ന പദ്ധതിയെ അന്ന് നിങ്ങൾ എതിർത്തത്? നിങ്ങൾ എതിർത്ത ഓരോ പദ്ധതി ആലോചിച്ചപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ, അല്ലെ ട്രാക്ടറിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ ഓരോ കാലത്തും പദ്ധതികളെ എതിർത്ത ചരിത്രമാണ് CPM-നുള്ളത് എന്നാണ് അവരെ ട്രോൾ എന്ന് പറയുന്നത്. കുറച്ചൊക്കെ സത്യവുമുണ്ട്. കാരണം കാലാകാലങ്ങളിൽ വരുന്ന മാറ്റത്തെ ആദ്യം അവർ അംഗീകരിക്കാതിരിക്കുകയും പിന്നീട് അംഗീകരിക്കുകയും ചെയ്യും. നല്ല കാര്യമാണ്. കാരണം എല്ലാ കാലത്തും ഇപ്പം നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. പണ്ട് നമ്മളൊരു നമുക്ക് എല്ലാ കാലത്തും ഒരേ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആവണം, നിലപാട് മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. ഇപ്പോൾ പണ്ട് എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് 6 വരി പാത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് 3 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താം. ഇതായിരുന്നു പദ്ധതി. അന്ന് PWD മിനിസ്റ്റർ MK മുനീറ, UDF-ന്റെ കാലത്ത്. ഇവരിപ്പോൾ ഈ പറയുന്ന ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും, അവരുടെ ഈ കക്ക വാരാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. അതെ, അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ UDF മിനിസ്റ്റർ മന്ത്രിസഭയുടെ കാലത്ത് MK മുനീർ കൊണ്ടുവരുന്ന പദ്ധതിയെ ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കില്ല. ഇതിന് പറഞ്ഞ കാരണം എന്താ അറിയോ? ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പശുവിനെ പുല്ല് തീറ്റിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ കുറേ ദൂരം പോയി U-ടേൺ എടുത്ത് വന്ന് അപ്പുറത്ത് പോകണം, അല്ലാതെ പോകാൻ പറ്റില്ല. ഇതൊക്കെയായിരുന്നു അന്നത്തെ സാങ്കേതികമായ തടസ്സങ്ങൾ. പക്ഷേ കാലം മാറി. ഇപ്പോൾ നമുക്കറിയാലോ, 6 വരി പാതയുടെ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുണ്ട്, ഇടതുപക്ഷം സർക്കാർ കേരളം ഭരിക്കുന്നു, ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ കക്ക വാരുന്ന ആളുകൾക്ക് എന്താണ് പ്രശ്നമുണ്ടാകുന്നത്, പരമ്പരാഗതമായി മത്സ്യം പിടിക്കുന്ന ആളുകൾക്ക് എന്താണ് പ്രശ്നമുണ്ടാകുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഈ വിമാനം നമുക്കറിയാലോ, ഇത് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം വളരെ സ്പീഡിൽ വന്ന് ലാൻഡ് ചെയ്യാനെടുക്കുന്ന സമയം, അത് ഇനി മീനിൻ്റെ വളർച്ചയ്ക്കോ മീൻ ജലോപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് തടസ്സമാകുമോ എന്തോ ഉള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അതിന് ഈ ജലമേഖലയിലെ വിദഗ്ധരുമായി സംസാരിക്കണം, ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യണം, ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ചർച്ച ചെയ്യണം. കക്ക വരുന്ന തൊഴിലാളി അവൻ മുങ്ങിയിട്ട് ഉയരുമ്പം വിമാനം മേളി വന്നിരിക്കുന്നു, അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. ഇതൊക്കെ വരുന്നതിന് ഓരോ സമയം ഉണ്ടാകില്ലേ? അപ്പോൾ അതിനനുസരിച്ച് വേണം. ഇപ്പം ഇവർ പ്രധാനമായിട്ട് പറയുന്നത് വേമ്പനാട് കായല, മറ്റൊന്ന് ഈ അഷ്ടമുടി കായല, ഒന്ന് കൊല്ലത്തും ഒന്ന് ആലപ്പുഴയിലുമാണ്. ഈ രണ്ടിടത്തും മത്സ്യബന്ധനമുണ്ട്, ബോട്ടുകളുടെ സർവീസ് ഉണ്ട്. മീൻസ് ടൂറിസ്റ്റുകളുമായിട്ട് പോകുന്ന ബോട്ടുകളുണ്ട്, സർവീസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികളെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ ഇത് എങ്ങനെ നടപ്പാക്കാം എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുമ്പോൾ അതിനോട് യോജിക്കുകയോ ചർച്ച ചെയ്യുകയോ ഇവിടെ ചെയ്യുന്നില്ല. പകരം CP ഏകപക്ഷീയമായി എതിർക്കുകയാണ്. ഈ പദ്ധതി പറ്റില്ല, ഇതിനാണ് ഞങ്ങൾ നേരത്തെ മുതൽ എതിർത്താണ്, ഇലക്ഷൻ ആയതുകൊണ്ട് ഉണ്ടായിരുന്നതാണ്, ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ AITUC-ന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്നിട്ട് പറയാണ് ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു തുറന്ന സമരമുഖമാണ്. ഇവിടെ CPM എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഇനി വളരെ ഗൗരവമായിട്ട്, മാത്രമല്ല ഒരു കോർഡിനേഷൻ നാടിന് നല്ലത് വരുന്ന അല്ലെങ്കിൽ ടൂറിസം പദ്ധതിക്കൊക്കെ വലിയ മികച്ച രീതിയിലുള്ള എന്താണ് ഇതിലൊക്കെ വലിയ രീതിയിൽ സമ്പത്ത് കൊണ്ടുതരുന്ന ഒരു പദ്ധതി എന്തിനാണ് ഇവർ ഈ രീതിയിൽ എതിർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇടതു മുന്നണിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഇതാണ് CPI. ആ CPI ഇങ്ങനെ തന്നെ എതിർക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലിടയിൽ ഒരു വൈരാഗ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിൽ എന്നും വൈരാഗ്യം തന്നെയാണ്, മനസ്സിലായില്ലേ? CPI എന്ന് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നും CPI എതിർത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ വലിയേട്ടൻ പാർട്ടിയാണ് CPI എതിർത്ത് ആലും പോലും CPM ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ അവർ കൃത്യമായിട്ട് നടപ്പാക്കും. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. ഇപ്പോൾ AKG സെൻട്രലിൽ നിന്ന് അഡ്ഡാനി ഇറങ്ങി വരുന്ന ഫോട്ടോ വലിയ രീതിയിൽ ട്രോളായിട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇവർ വലിയ കോർപ്പറേറ്റുകൾക്കെതിരെയൊക്കെ സമരം ചെയ്യുന്നു, പക്ഷേ വേണ്ട സമയത്ത് കോർപ്പറേറ്റുകൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് പല പദ്ധതികളും നടപ്പിലാക്കുന്നു. ഇപ്പം വിഴിഞ്ഞത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണയാണല്ലോ CPM നൽകിയത്. അതെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇവരിനി എന്ത് പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്, ഇവരെങ്ങനെയാണ് ഈ ആശയം നടപ്പാക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും പാർട്ടി അല്ലെങ്കിൽ സർക്കാർ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ CPI എന്ന് പറയുന്ന ഘടകകക്ഷി നേരിട്ട് ഇതിനകത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നില്ല, പകരം അവിടുത്തെ ട്രേഡ് യൂണിയനാണ് വരുന്നത്. പക്ഷേ ആ ട്രേഡ് യൂണിയൻ്റെ നേതാവ് ആലപ്പുഴ CPIയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അവിടേക്ക് TJ ആഞ്ചലോസ് വരുമ്പോൾ, ഈ TJ ആഞ്ചലോസ് പണ്ട് CPM-കാരനായിരുന്നു. CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം CPI-യിലേക്ക് എത്തിയത്. അപ്പം CPM-നോടുള്ള ഒരു പ്രത്യക്ഷമായ ഒരു വിരോധമായിട്ടും ആളുകൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ
നേരിട്ട് പറയുന്നതാണ്, കക്ക വരുന്ന ആളുകൾ, പരമ്പരാഗത രീതിയിൽ വലയെറിഞ്ഞ് മത്സ്യം പിടിക്കുന്ന ആളുകൾ, ഇവർ ജോലി ചെയ്യുന്ന ഈ കായലുകളിൽ, പ്രത്യേകിച്ച് അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ തുടങ്ങിയ മേഖലകളിൽ ഇങ്ങനെ സീപ്ലെയിൻ വന്നിറങ്ങുന്നത്, അതും കഷ്ടിച്ച് 40 പേർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു, അവിടെ മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതറിയണമെങ്കിൽ സർക്കാർ ഈ മേഖലയിലുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്യണം. ഇവിടെ ടെക്നിക്കലായിട്ടൊരു കാര്യം ആദ്യമേ തന്നെ AITUC ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ CITU അതിനെ എങ്ങനെ മറികടക്കും, അല്ലെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായി ഇല്ലാത്തൊരു സമരമുറയായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ പറയുന്നത് മത്സ്യസമ്പത്ത് ഇല്ലാതാവും. യഥാർത്ഥത്തിൽ കുറേയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് മാലിന്യങ്ങൾ കടലിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മത്സ്യങ്ങളുടെ പ്രൊഡക്ഷൻ ഇല്ലാതാക്കുന്നുണ്ട്, മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്നുണ്ട്. ഇതിനൊക്കെ എതിരെ എപ്പോഴെങ്കിലും ഇവർ സമരം ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം എന്താ, ഈ സീപ്ലെയിൻ പദ്ധതി ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഇതൊരു തീരുമാനമായിട്ടില്ല. ഇപ്പം ഗൗതമിൻ്റെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഇത് ട്രയൽ റൺ നടത്താൻ തയ്യാറാണ്, എൻ്റെ കമ്പനി ഉണ്ടെങ്കിലും നടത്താൻ തയ്യാറാണ്. പക്ഷേ എല്ലാ ദിവസവും എനിക്ക് എൻ്റെ ഈ പ്ലെയിനിൽ യാത്രക്കാർ വേണം, ഇല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് നേട്ടമില്ല. ഞാനൊരു പ്ലെയിൻ എടുത്തുനിന്ന് വാടകയ്ക്ക് എടുത്ത് ഈ സർവീസ് നടത്തുകയാണെങ്കിൽ എനിക്ക് അതിനാവശ്യമുള്ള ടൂറിസ്റ്റുകളെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ പദ്ധതി പകുതി വഴി വെച്ച് നിർത്തിപ്പോവും. ഇപ്പം മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരുമായിട്ട്, കക്ക വാരുന്നവരുമായിട്ട് ചർച്ച ചെയ്ത് അവരെയൊക്കെ 1 മണിക്കൂറത്തേക്ക് മാറ്റി, 2 മണിക്കൂറത്തേക്ക് മാറ്റി ഇതെല്ലാം ചെയ്തു എന്ന് വെച്ചു. എന്നിട്ട് ഈ പദ്ധതി 1 മാസം കഴിഞ്ഞ് നിലച്ചു പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ പദ്ധതി നിലച്ചു പോകാതെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി ഇത് നടപ്പാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. കാരണം പല പദ്ധതികളും നമ്മൾ കണ്ടിട്ടുണ്ട്, ആവേശത്തിൽ തുടങ്ങും. ഇത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി കൂടിയാണിത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ കേരളത്തിൽ വന്നത്. ഒരാഴ്ച മുമ്പ് ആന്ധ്രാപ്രദേശിൽ ഇതേ രീതിയിൽ സമാനമായ സീപ്ലെയിന് പറന്നു വരുന്നത് നമ്മൾ കണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വിജയകരമായി നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായ ആർജവമുള്ളൊരു സർക്കാരാണോ ഇവിടെ ഉള്ളത്? പാതി വഴിയിൽ ഇത് നിലച്ചു പോയാൽ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഇവർ നഷ്ടമാണ് എന്ന് പറയാൻ നിർത്തിപ്പോയാൽ എന്താ ചെയ്യുക നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. നിങ്ങൾ നിർത്തിപ്പോയാൽ ഇന്ന നഷ്ടപരിഹാരം സർക്കാർ തരണം, സർക്കാർ ഇടപെട്ടാണ് നിർത്തുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന നഷ്ടപരിഹാരം ഇങ്ങോട്ട് തരണം. ഇങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ സർവീസ് നടത്താൻ ഏതെങ്കിലും ഒരു കമ്പനി മുന്നോട്ട് വന്നു എന്ന് ഔദ്യോഗികമായി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, AITUC പറയുന്നു ഞങ്ങളിവിടെ നടത്തത്തില്ല അത്. അപ്പോൾ ഒരു പദ്ധതിക്ക് തുരങ്കം വെച്ചുകൊണ്ട് AITUC രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവമായ കാര്യം. CITUവും CPM നേതൃത്വവും ഇതിനെ എങ്ങനെ മറികടക്കുന്നു, എങ്ങനെ കാണുന്നു? വേണമെങ്കിൽ അവർക്ക് പുച്ഛിച്ച് തള്ളാം. പക്ഷേ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഇനി അടുത്ത് വരാൻ പോകുന്നു. അപ്പോൾ ഒരു പിണക്കമുണ്ടാക്കാതെ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകുമോ? PA മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ടൂറിസം മന്ത്രി തന്നെ അതിന് മുൻകൈ എടുക്കുമോ? അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉഗ്രശാസനം അതിൻ്റെ പേരിൽ ഉണ്ടാകുമോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്നാണ്ടല്ലേ.